ഈ അമ്പലവും ആലും പിന്നെ പാമ്പന്മാരെ കാണുമ്പോൾ ചോദിക്കുകയാണ്, ഈശ്വര വിശ്വാസം ഉണ്ടോ? മഴ ഇല്ലേ, മഴയുടെ ശാസ്ത്രം, വെള്ളം എന്താണ് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്? H2O. ധാരാളം ഹൈഡ്രജൻ ഉണ്ട്, ധാരാളം ഓക്സിജൻ ഉണ്ട്. എന്തുകൊണ്ട് ശാസ്ത്രം യോജിപ്പിച്ച് വെള്ളം ഉണ്ടാക്കിയിട്ടില്ല? ഇത് മഴ എവിടുന്നാണ് പെയ്യുന്നതിന്? അപ്പോൾ തീർച്ചയായിട്ടും ആ ശാസ്ത്രത്തിന് അപ്പുറത്തേക്കൊരു മഴയുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിന് ഇന്ന് വരെയുള്ള ഇപ്പോൾ ഇത്രയും ശാസ്ത്രവും സമൂഹവും പുരോഗമിച്ചെങ്കിലും ഇപ്പോഴും ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല. വയലാർ എന്നുള്ള സ്ഥലത്തിന് തന്നെ ഒരുപാട് ഇങ്ങനെ വിപ്ലവം ഉറങ്ങുന്ന, ഇങ്ങനെ വെടിക്കുന്നും അങ്ങനെ ഒരുപാട് കമ്മ്യൂണിസ്റ്റിന് ആക്ച്വലി കമ്മ്യൂണിസത്തിൽ നിന്ന് വളക്കൂറ് ഈ മണ്ണിലുണ്ടല്ലേ. അപ്പോൾ അതും പിന്നെ ഈ പറഞ്ഞ ഈശ്വര വിശ്വാസവും ഇതെങ്ങനെയാണ് ഇത് രണ്ടും കൂടി ചേർന്ന് പോകുന്നത്? എങ്ങനെ ട്രാൻസിഷൻ ഉണ്ടോ അതിൽ? അതോ അതിലൊരു വിഷമം ഉണ്ടോ? ഒരു ചെറിയൊരു എനിക്കൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ പറഞ്ഞ പോലെ നമ്മളെ വളരെയധികം പിന്നെ മനസ്സിൽ വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം നമ്മൾ ശീലിച്ചു വന്നതൊന്ന്. ഇപ്പൊ പണ്ടത്തെ മുത്തശ്ശിയമ്മയെ പോലെ ഇതുപോലെ നാമം ജപിച്ചൊക്കെ അതെല്ലാം കേട്ട് ശീലിച്ചിട്ട് പുതിയ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കുണ്ട്. അപ്പോൾ പഴയതിൽ നിന്ന് പോകാനും വയ്യ, എന്നാൽ പുതിയ കാലത്ത് ജീവിക്കുകയും വേണം എന്നുള്ളൊരു ധർമ്മസങ്കടം ഉള്ളൊരു തലമുറപ്പെട്ട ഞാൻ വടകരയിൽ പോയി ഒരിക്കലും. അത് ഒരു വൃശ്ചിക മണ്ഡലകാല സമയമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരാളെ കാണാൻ പോയതാ. അപ്പോൾ കണ്ട് പരിചയപ്പെട്ട അങ്ങേര് അവിടുത്തെ CPM-ന്റെ പിന്നെ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഇദ്ദേഹം കറുത്ത പിന്നെ മുണ്ടും മാലയൊക്കെ ഇട്ട് ഭസ്മൊക്കെ തൊട്ട് നമുക്കിവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങേര് ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ അങ്ങേര് പറഞ്ഞത്, എനിക്കൊരു ചെറിയ വീടാണ് ഉള്ളത്. എൻ്റെ ഭാര്യയുണ്ട്, അമ്മയുണ്ട്, എൻ്റെ മോളുണ്ട്. ഒരു മുറിയിൽ ഞാനും ഭാര്യയും, അടുത്ത തൊട്ട് മുറിയിൽ അമ്മയും മോളും കിടക്കുന്നു. ഒരുമിച്ച് ഭാര്യയെ എടുത്തുന്ന ഒരു ഭർത്താവിൻ്റെ മനസ്സോടെ ഒരു കർട്ടൻ മാറ്റിയാൻ ഇറങ്ങിയാൽ ഒന്നുകിൽ മകനാകണം, ഇല്ലെങ്കിൽ അച്ഛനാകണം. ഇത് ഒരിക്കലും ഭാര്യയുടെ മുഖത്തേക്ക് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാവം അമ്മയോട് കാണിക്കാൻ പറ്റില്ല. അത് തന്നെ മകളോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മാറാണ്ട് ഇത്രയോ കൊല്ലം ഞാൻ കൊണ്ടു നടക്കുന്നു. അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല കമ്മ്യൂണിസം വിശ്വാസം കൊണ്ടുപോകാൻ. ആ കാലത്ത് അത് അങ്ങനെ വളരുന്ന കാലത്ത് അത് പ്രശ്നമായിരുന്നോ? ഇല്ല, അങ്ങനെ ഒട്ടും ഉണ്ടായിട്ടില്ല. കാര്യം അച്ഛൻ്റെ പിന്നെ ഇപ്പം നമ്മുടെ തറവാടായിരുന്നു ഇവിടെ. അന്ന് ഇവിടെ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം യാഥാസ്ഥിതികമാണ്. മുത്തശ്ശിയമ്മ എന്ന് പറഞ്ഞാൽ വളരെ യാഥാസ്ഥിക ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അന്ന് ഇവിടെ ഒരു നമ്പൂതിരി താമസിച്ച് നിത്യപൂജ ഉണ്ടായിരുന്നു. ആ സമയത്തേക്കാണ് അച്ഛൻ്റെ ഈ ഇതിലേക്കുള്ള ഒരു ഇത് വരുന്നത്. അതിൻ്റെ ഒരു ചരിത്രം ഞാൻ അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ല, അല്ലെങ്കിൽ അച്ഛനൊരു അമ്മാവനുണ്ടായിരുന്നു. അമ്മാവൻ വളരെ ശക്തനായൊരു കാരണവരായിരുന്നു. അപ്പോൾ അച്ഛന് 3 വയസ്സുള്ളപ്പം മുത്തശ്ശൻ മരിച്ചു പോകുന്നു. ഒരു കാരണവരായ അമ്മാവൻ വളരെ ശക്തനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു വർഷത്തേക്ക് ഉള്ള മണ്ണെണ്ണയൊക്കെ ഒരുമിച്ച് മേടിച്ചു. പിന്നെ പണ്ടത്തെ മുണ്ട് കണക്കാൻ അതിൻ്റെ കണക്കേ നടക്കുന്നില്ല. ഒരു മുണ്ട് മേടിച്ചു കൊടുത്തെങ്കിൽ മുണ്ട് കൊണ്ട് മുത്തശ്ശിയമ്മ കൊടുക്കണം. അതുകൊണ്ട് തന്നെ മോന് ഇതും തയ്ച്ചു കൊടുക്കണം. അതുമാത്രമല്ല, മുത്തശ്ശിയമ്മ തയ്യക്കൂലി കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ തെങ്ങിൽ നിന്ന് വീഴുന്ന ഓലമടലുണ്ടല്ലോ, ഇത് മെടഞ്ഞ് അത് വിറ്റിട്ടാണ് തൈക്കൂലി കൊടുത്തത്. അപ്പോൾ അത്രയും ഒരു ക്രൂരത ഇദ്ദേഹത്തിനുണ്ടായിരുന്നു എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ വയലാർ തമ്പടിക്കുന്നത്. അപ്പോൾ അച്ഛനെന്ന് തോന്നിയത് എനിക്ക് ഇതെൻ്റെ തോന്നല കേട്ടോ, ഒരു പക്ഷേ എന്നെ ഈ വീട്ടിൽ ബുദ്ധിമുട്ടിക്കുന്ന ഈ കാരണവർ തന്നെയല്ലേ സർ CP രാമസ്വാമയ്യർ എന്ന കേരളത്തിൻ്റെ കാരണം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ താതാത്മ്യം പ്രാപിച്ചത്, ആ വഴി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാർ പല ജാതിക്കാരും വരുന്ന പ്രശ്നമായി. മുത്തശ്ശിയമ്മയ്ക്കാണെങ്കിൽ അത് സഹിക്കാൻ പറ്റില്ല ഇങ്ങനെ ആളെ കയറ്റത്. പക്ഷേ അച്ഛൻ അങ്ങനെ വളരുന്നതുകൊണ്ട് മുത്തശ്ശിയമ്മ തടസ്സമൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ പുതിയ മുറി മാറ്റി താമസിപ്പിക്കുന്നത്. ആൾക്കാർ പിന്നെ അവിടെ വരാൻ തുടങ്ങി. ക്രമേണ താമസം അങ്ങോട്ട് മാറി. യുണൈറ്റഡ് ബ്രവറീസ് UBയിൽ ജോയിൻ ചെയ്യാനുള്ളൊരു എന്തായിരുന്നു അതൊരു കാരണം? സാമ്പത്തിക ബാധ്യത. എന്നുവെച്ചാൽ അച്ഛൻ മരിക്കുമ്പോൾ അമ്മയും 3 സഹോദരിമാരുമാണ് നമ്മുടെ ആസ്തി. ഈ പറമ്പ് വേറെ ഒരു കാര്യം, അല്ലാതെ ബാങ്കിൽ 100 രൂപ പോലും ഇല്ലായിരുന്ന സമയമായിരുന്നു. പക്ഷേ അന്നാണ് എനിക്ക് അച്ഛൻ്റെ വിലയറിയുന്നത്. അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ ഞാൻ പിന്നെ അച്ഛനും പറയാറുണ്ട് അമ്മയോട്, നിൻ്റെ 4 പിള്ളേരുടെ തന്ത എന്നതിനപ്പുറത്തേക്ക് നിനക്കൊന്നിനും അറിയില്ലല്ലോ. മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം. അങ്ങനെ മരിച്ചു കഴിഞ്ഞ് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പിന്നെ 77 ഏകദേശം മലയാളികൾ എല്ലാവരും കൂടി ഒരു 8 ലക്ഷം രൂപയെന്ന് 77 വലിയ കാര്യമായിരുന്നു. അത് അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എവിടെ പോകും? ഈ 15 വയസ്സുള്ള ഞാൻ, 13 വയസ്സുള്ള 13, 11, 9 വയസ്സുള്ള 3 സഹോദരിമാരും അമ്മയും. അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോഴാണ് പക്ഷെ പഠിത്തം തുടരേണ്ടി വരും. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയത് കൊണ്ട് നമുക്കൊരു മാസം 10,500 രൂപ അന്ന് വരുമാനം ഇൻട്രസ്റ്റ് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പഠിത്തം മുടക്കാണ്ട് പഠിത്തം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും ട്രിവാൻഡ്രത്തേക്ക് ബോർഡിങ്ങിലേക്ക് പോയി. ബോർഡിങ് താമസമായി വന്നപ്പോഴത്തേക്ക് ബോർഡിങ് ഫീയും എല്ലാം കൂടെ കൊടുക്കാനായിട്ടുള്ള വരുമാനം ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാനുള്ളൊരു മാർഗ്ഗം അവരുടെ പഠിത്തം നിർത്തണ്ട, വീടിനടുത്ത് തന്നെയാണ് മാക്ഡോയിൽ ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരമുള്ളൂ, ഒരു ജോലിക്ക് അങ്ങ് ശ്രമിച്ചാൽ. അങ്ങനെ ട്രസ്റ്റിനോട് ഞാൻ പറഞ്ഞു, എല്ലാ ട്രസ്റ്റിനോട് പറഞ്ഞു. അവർ വളരെ കാര്യമായിട്ട്, അന്ന് അച്യുതനായിരുന്നു ആ സമയത്ത്, അദ്ദേഹം മലയാറ്റൂർ രാമകൃഷ്ണൻ വഴി എനിക്കൊന്ന് ലോകത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ കൊടുത്ത ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഉദ്യോഗപരമെന്ന് ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഒരു
അന്നൊക്കെ ആദ്യമൊക്കെ എനിക്കത് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒരിക്കലും എഴുത്തിൻ്റെ ലോകത്തേക്ക് വരും എന്നൊരു വിചാരം എനിക്കില്ലായിരുന്നു. മറ്റൊന്നും വേണ്ട, 3 സഹോദരിമാരുടെ കല്യാണം എന്നുള്ള ചിന്തയിൽ ഞാനങ്ങ് ഒതുങ്ങി. അതായിരുന്നു ശരിക്കും. എല്ലാ 3 സഹോദരനും കല്യാണം കഴിച്ചിട്ടാണോ പിന്നെ? എല്ലാം 3 പേരും കല്യാണം കഴിച്ചു. അതെ അതെ. ആ ഒരു കഷ്ടപ്പാടിന്റെ കാലത്ത് ഇങ്ങനെ സഹായിക്കാനായിട്ട് ഫ്രണ്ട്സോ അല്ലെങ്കിൽ അച്ഛൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ധാരാളം, എല്ലാവരും ഉണ്ടായിരുന്നു. കാര്യം എനിക്ക് അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അഹങ്കാരം തോന്നിയെന്ന് വെച്ചാൽ ഒരിക്കലും ഇത് സംഭവിക്കരുത്. എന്നാലും ഞാൻ ആലോചിച്ചതാണ്, കാസർഗോഡ് മുതൽ വയലാറിൻ്റെ മകനാണെന്ന് പറഞ്ഞൊരു വീട്ടിൽ ചെന്നാൽ ഒരു നേരത്തെ ആഹാരം കിട്ടും. അവിടെ നിന്ന് അങ്ങനെ വീട്ടിൽ കയറി തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് ഒരു 90 വയസ്സാണ് നമ്മുടെ. അങ്ങനെ എനിക്ക് തോന്നിയിരുന്നു കേട്ടോ.